ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എമ്മി ആൻഡ് മീ. നമ്മളിന്ന് എങ്ങോട്ടാ പോകുന്നത് എമ്മി? ഇന്ന് നമ്മള് കിസൈസിലുള്ള അറേബ്യൻ മന്തിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ കൂടെ ആരുണ്ട്? ഫൈസൽ അങ്കിൾ. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മള് മന്തി കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയി. 3 മണിയായി. ഇപ്പൊ മന്തി കഴിക്കാനുള്ള സമയം 3 മണിയായി. പക്ഷെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ലേറ്റായി കഴിച്ചതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ മക്കൾക്കാണെങ്കിൽ ഫുള്ള് വണ്ടി കയറി കഴിഞ്ഞാൽ ഫുള്ള് ഓരോരോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഗവൺമെന്റ് ബിൽഡിങ്ങുകളാണ്. അതാണ് ഷാർജ ലൈബ്രറി ഈ കാണുന്നത്. ഗവൺമെന്റ് ഓഫീസ് ബിൽഡിംഗ് ആണ്. സെൻട്രൽ പാലസ് ആണ്. സെൻട്രൽ പാലസ്. അത് പാലസ് പറഞ്ഞാൽ കൊട്ടാരത്തിൻ്റെതല്ല, അത് പേരിട്ടുള്ള സെൻട്രൽ പാലസ് ആണ്. പക്ഷെ അവിടെ കുറെ കാര്യങ്ങളുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് വർക്കുകളാണ് കൂടുതൽ. അങ്ങനത്തെ ബിൽഡിങ്ങുകളൊക്കെ കൂടുതലും ഗവൺമെന്റിതാണ്. ഇത് പാലസ് ഏരിയയാണ്. പാലസ്, അതായത് ഇവിടുത്തെ രാജാവിന്റെ കുറെ ഫാമിലി ഇവിടെ താമസിക്കുന്നത്. ഇത് ഷാർജ പ്രൈവറ്റ് സ്കൂളാണ്. ഈ കാണുന്നത് ഈ മരങ്ങളൊക്കെ അപ്പുറത്ത് കാണുന്നത് ഷാർജ പ്രൈവറ്റ് സ്കൂളാണ്. അങ്ങനെ നമ്മൾ ഷാർജയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് നേരെ പോയത് മദീന മാളിലേക്കാണ്. മദീന മാളിൽ കുറച്ച് നേരം അവിടെ കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയതിന് ശേഷം മന്തി കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഫൈസൽ അങ്കിളും വിനീത് അങ്കിളും വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സ്മാർട്ട് ബേബി എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് നേരെ പോയത്. അവിടെ ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓഫേഴ്സൊക്കെ നോക്കി. കുട്ടികളുടെ ഡ്രസ്സൊന്നും ഉണ്ടായില്ല മര്യാദയ്ക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് 3 സ്പ്രേ വാങ്ങി. സത്തുകാക്ക് സ്പ്രേ ഭയങ്കര ക്രേസാണ്. അതിനുശേഷം നേരെ പോയി റോയൽ മന്തിയിലേക്ക്. റോയൽ മന്തിയിൽ എത്തിയപ്പോഴത്തേക്കും വിനീത് അങ്കിളും ഫൈസൽ അങ്കിളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ മജ്ലിസിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. മജ്ലിസിലാണ് ഇരുന്നത്. ടേബിൾ മേൽ ഇരിക്കാൻ ആർക്കും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വിനീത് അങ്കിള്. എമിഡി ഇബുവിൻ്റെയും സത്തുഖാൻ്റെ ചെറുപ്രായത്തിൽ തന്നെയുള്ള കൂട്ടുകാരനാണ്. എമിക്കുട്ടിയാണെങ്കിൽ കുറേ ദിവസമായി ബീഫ് മന്തി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി കാത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു ചിക്കൻ മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ അതൊന്നും അവനക്ക് വേണ്ട, എനിക്ക് ബീഫ് മന്തി തന്നെ വേണം. കുറേ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും ഇതൊക്കെ കാണുന്ന വീഡിയോസ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവനക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മളെ ഇബുവിന് ഇഷ്ടമുള്ള വെജീസ് വന്നിട്ടുണ്ട്. കുക്കുംബറും ലൈമും ആണ് ഇബുവിന് ഭയങ്കര ഇഷ്ടം. ലൈമ് എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും ഇബു എടുത്തിട്ട് വായിലിടും. പിന്നെ അവന് ഇഷ്ടമുള്ളതാണ് സൂപ്പ്. ഏത് സൂപ്പാണെങ്കിലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മന്തിയും ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇബുവിന് ഇഷ്ടമല്ല. പക്ഷേ സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും സൂപ്പ് കുടിക്കുന്ന തിരക്കിലായി. ഇബൂസ് കുടിക്കുന്നുണ്ട്. പിന്നെ എന്തിൻ്റെ സൂപ്പാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നിയത് മട്ടൻ സൂപ്പാണെന്നാണ്. മട്ടൻ എനിക്ക് ഇഷ്ടമല്ല, എന്നാലും മട്ടൻ അല്ല എന്ന് പറഞ്ഞിട്ട് സത്തുക എന്നെ കൊണ്ട് കുടിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുടിച്ചു. അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മറന്നുപോയത്, നമ്മുടെ ഫൈസൽ അങ്കിളെ കാണിച്ചില്ലല്ലോ. ഇതാണ് നമ്മുടെ ഫൈസൽ അങ്കിള്. അപ്പോൾ ഇത് സത്തുഖാൻ്റെ ബെസ്റ്റിയാണ്. ഇതും പണ്ടേ ഉള്ള ചങ്കാണ്. നമ്മൾ ചിക്കൻ മന്തിയും ബീഫ് ഹനീത്തും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും സൂപ്പ് കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് ടൈം തന്നെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഗസ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഫൈസൽക്കും സത്തുക്കും കൂടിയിട്ട് സെർവ് ചെയ്യട്ടെ അല്ലേ. എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഏത് മന്തിയാണ് ഫസ്റ്റ് വേണ്ടതെന്ന്. അപ്പോൾ എല്ലാവരുടെയും ഒരേ ഒരു ആൻസർ ബീഫ് മതി, ബീഫ് റിബ് മതി എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇനി ഫോട്ടോവും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല കേട്ടോ. ഫുഡ് കഴിക്കുന്ന തിരക്കിലാവുമ്പോൾ പിന്നെ അതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ സെർവ് ചെയ്യുന്നത് മാത്രം ഞാനൊന്ന് വീഡിയോ എടുക്കാം. നമ്മളെ മന്തി ഫസ്റ്റ് തന്നെ നമ്മളെ കുഞ്ഞാവക്കാണ് കൊടുക്കുന്നത്, എമിക്കുട്ടിക്കാണ് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണല്ലോ പ്രിയം കൂടുതൽ. അപ്പോൾ അവൻ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ അടിപൊളി മന്തിയായിരുന്നു, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മളെ നാട്ടിലുള്ള സമയത്ത് ഇവർക്ക് ഇതൊക്കെ തന്നെയാണ് പണി. മന്തി കഴിക്കാൻ പോവുക, ഇങ്ങനെ ഓരോരോ സ്പോട്ട് കണ്ടുപിടിക്കുക, അവിടെ പോയി ഫുഡ് അടിക്കുക, അങ്ങനെയൊക്കെ തന്നെ. എന്നിട്ട് നമ്മളെല്ലാവരും പുറത്ത് നിന്ന് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് പുറത്ത് നിന്ന് കുറേ സംസാരിച്ച്
നേരെ നമ്മൾ ഷാർജയിലേക്ക് പോവാണ്. പാർക്കിങ്ങിന് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ വേഗം എത്തിയേ മതിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.